മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമല്ല. അതുമായി ബന്ധപ്പെട്ട കേസുകൾ ആ വഴിക്ക് നീങ്ങും. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാഷ്ട്രീയമായ താല്പര്യമില്ല. എക്സാലോജിക്കിൻ്റെ കേസ് വേറൊരു കേസാണ്, അത് LDFിൻ്റെ കേസല്ല. നമസ്കാരം. നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയനും അതേപോലെ പ്രിയങ്കരിയായ മകൾ വീണയും പിന്നെ തട്ടിപ്പ് വീരനായ നമ്മുടെ മന്ത്രി റിയാസും എല്ലാം അടങ്ങുന്ന തായ്ക്കണ്ടി കുടുംബം, ആ തായ്ക്കണ്ടി കുടുംബത്തിൻ്റെ വീട്ടിലേക്കും അതേപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ഇനി വരാൻ പോകുന്നത് SFIO ആൾക്കാർ മാത്രമല്ല, EDയും അതേ NIAയും അതേപോലെ CBIയും ഒക്കെ വരാൻ പോവുകയാണ്. അതിൻ്റെ ആദ്യത്തെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് ആരാ വരുന്നത്? SFIO ആണെങ്കിൽ തൊട്ടടുത്ത് ED വരും. ഇപ്പോൾ എറണാകുളം കോടതിയിൽ ACJM കോടതി എക്കണോമിക്സിൽ SFIO ഫയൽ ചെയ്ത കേസിൽ ഇപ്പോൾ വീണയ്ക്ക് സമൻസ് അയക്കാൻ പോകണോ എന്നുള്ള വിവരമാണ് വരുന്നത്. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി നിൽക്കുന്നതെങ്കിൽ, എന്നാൽ അതിനെ പരിപൂർണമായി എതിർത്തുകൊണ്ട് ഞങ്ങളുടെ പണിയല്ല വീണയെ സപ്പോർട്ട് ചെയ്യൽ, വീണയുടെ കമ്പനി വേറെ കമ്പനിയാണ്, സ്വന്തം കമ്പനിയാണ്, പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വരും, സ്വാഭാവികമാണ് എന്നാണ് ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വാചകമാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് CPI നിലപാടിലേക്ക് പോയത്? അവർക്ക് നന്നായിട്ട് മനസ്സിലായി ഈ ഭരണം മുന്നോട്ട് പോകാൻ പറ്റില്ല, പോയി കഴിഞ്ഞാൽ ഗതികെട്ട പ്രേതങ്ങളെ ഞങ്ങളും അതിൻ്റെ അകത്ത് പെടേണ്ടി വരും, അഴിമതി കൂട്ടത്തിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നാളെ ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ് ബിനോയ് വിശ്വം. ബിനോയ് വിശ്വത്തിന് മുമ്പ് ഉണ്ടായിരുന്നൊരു സെക്രട്ടറിയുണ്ട് CK ചന്ദ്രപ്പൻ, ആണെങ്കിൽ പിണറായി വിജയനെയും സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയുമായിരുന്നു. കാരണം ഇതൊന്നും CPIയുടെ നയമല്ല, അഴിമതിക്കൊപ്പം നിൽക്കുന്നതല്ല CPIയുടെ നയം. പിണറായി വിജയൻ ലാവ്ലിംഗ് കേസിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ശക്തമായ നടപടിയെടുത്ത ആൾക്കാരാണ് ബിനോയ് വിശ്വം, CK ചന്ദ്രപ്പൻ, അതേപോലെ വിളിയം ഭാർഗവനൊക്കെ. പക്ഷേ ബിനോയ് വിശ്വം അത്രത്തോളം കടുപ്പത്തിലല്ല സംസാരിക്കുന്നത്. പക്ഷേ മകളുടെ കാര്യത്തിൽ കൃത്യമായി പറഞ്ഞു, ഞങ്ങളുടെ പണിയല്ല, മോള് വീണ വിജയൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ആ കമ്പനി പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ എന്തുണ്ടെങ്കിൽ ആ മോൾ അനുഭവിച്ചോളാം, അല്ലാതെ ഞങ്ങൾ പാർട്ടി ഏറ്റെടുത്ത് അത് മോൾക്ക് സിന്ദാബാദ് വിളിക്കുന്ന പണിയല്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് നമ്മളെ ബിനോയ് വിശ്വം. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, പിണറായി വിജയൻ ഉടനെ രാജിവെക്കേണ്ടി വരും. അതിനുള്ള ഏർപ്പാട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഷോൺ ജോർജ് അന്നു മുതൽ ഇന്ന് വരെ അതിൻ്റെ ഗവേഷണത്തിലാണ്. ഏതൊക്കെ തരത്തിലാണ് ഫൈറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ കേസുകളാണ് കൊടുക്കേണ്ടത്, എൻഫോഴ്സ്മെൻറ്റ് കേസിന് ശേഷം CBI കേസും കൂടെ വേണം. അങ്ങനെ നിരന്തരമായിട്ടുള്ള പ്ലാനും പ്രവർത്തനവുമായി നടക്കുകയാണ് നമ്മുടെ ഷോൺ ജോർജ്. എന്തായാലും ആ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് വേണമെങ്കിൽ പറയാം. 10 ദിവസത്തിനുള്ളിൽ സമൻസ് കിട്ടിക്കഴിഞ്ഞാൽ വീണ വിജയൻ കോടതിയിൽ വന്നിട്ട് ജാമ്യം എടുക്കണം എന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് മുമ്പായിട്ട് ഒരു അറസ്റ്റൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ് എന്തായാലും ഇപ്പോഴും പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിണറായി വിജയൻ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അവസാനം എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യരുത്, ഞങ്ങൾക്ക് സമൻസ് അയപ്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തട്ടിപ്പ് ഒരു തുടക്കം മാത്രമാണെന്നാണ് ഷോൺ ജോർജ് പറഞ്ഞത്. എന്നാൽ നമ്മളെ ഗോവിന്ദൻ ഇതിന് സപ്പോർട്ട് ചെയ്തിരിക്കുക. കാരണം ശ്യാം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ നടത്തിയിട്ടുള്ള വലിയ തട്ടിപ്പിനെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങളെല്ലാം പിണറായി വിജയൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ട് ഗോവിന്ദയായിട്ട് നിൽക്കാനേ അല്ലാതെ വേറെ മാർഗമില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന് അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതിനിടയിൽ MA ബേബിയും ധനകാര്യമന്ത്രി ബാലഗോപാലുമെല്ലാം അടുത്ത മുഖ്യമന്ത്രി ആകാൻ വേണ്ടി ബാലഗോപാലിനെ വെച്ച് കളിക്കാനുള്ള പരിപാടിയിലാണ് MA ബേബി. എന്നിട്ട് പിന്നീട് MA ബേബിക്ക് മുഖ്യമന്ത്രി ആകാമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്ലാൻ. എന്തായാലും ഗോവിന്ദൻ്റെ ഇന്ന് പറഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി കേൾക്കാം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും തകർക്കുന്നതിന് വേണ്ടി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തെ ഫലപ്രദമായ നിയമയുദ്ധത്തിന്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയ നിലപാടിന്റെയും ഭാഗമായിട്ട് കൈകാര്യം ചെയ്യാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ച് CPIM സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്കില്ല.